30 ദിവസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ നവംബർ 23 നടക്കും. 10,000 പങ്കെടുക്കുന്ന ദുബായ് റണ്ണിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. ഇവന്റിന്റെ ഭാഗമായി പ്രധാന പാതകളിലടക്കം ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ആരോഗ്യമുള്ള ജീവിത രീതി സ്വീകരിക്കുക എന്ന ആഹ്വാനത്തോടെയാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ദുബായിൽ അരങ്ങേറുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ദുബായ് റൺ. UAE നിവാസികളും ദുബായ് സന്ദർശകരുമടക്കം 10,000 ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത്. നവംബർ 23 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ദുബായ് റൺ. ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണി വരെ ദുബായിലെ പ്രധാന നിരത്തുകളിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പ്രശസ്തമായ ഷെയ്ഖ് സായിദ് റോഡിൽ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് മുതൽ അൽ ഹാദിഖ് റോഡ് ബ്രിഡ്ജ് വരെയുള്ള ഭാഗം പൂർണ്ണമായും അടച്ചിടും. ലോവർ ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ ഷെയ്ഖ് സായിദ് റോഡിനും അൽഖേൽ റോഡിനും ഇടയിലുള്ള ഭാഗവും ദുബായ് റണ്ണിനായി അടയ്ക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബുൾവാഡിൽ ഒരു വശത്തേക്ക് മാത്രമേ ഗതാഗതം അനുവദിക്കൂ. അൽ സുഖൂഖ് സ്ട്രീറ്റിലും സമാനമായ നിയന്ത്രണമുണ്ടാകും. ഷെയ്ഖ് സായിദ് റോഡിന് ഇരുവശത്തുമുള്ള പാർക്കിംഗ് സ്ഥലങ്ങളും അടയ്ക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. സാലിക്ക് നിരക്കുകളിലും മാറ്റമുണ്ട്. പുലർച്ചെ 6 മണി മുതൽ 10 മണി വരെ 6 ദിർഹമായിരിക്കും സാലിക്ക് ഈടാക്കുക. വൈകിട്ട് 4 മുതൽ 8 മണി വരെയും 4 ദിർഹം ഈടാക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ പുലർച്ചെ 1 മണി വരെയും 4 ദിർഹം തന്നെയാകും സാലിക് നിരക്ക്. പുലർച്ചെ 1 മുതൽ 6 മണി വരെ സാലിക് ഫ്രീ ആയിരിക്കും. അമൃത ന്യൂസ്, ദുബായ്.